Always, the Supreme Leader of Islamic Republic of Iran insists on good relationships and collaboration between Iran and India. അല്ല സംഖ്യകളെ നിങ്ങളിതുവല്ല അറിയണ്ടോ? സംഖ്യ കുഞ്ഞുങ്ങളെ നിങ്ങളിതുവല്ല അറിയണ്ടോ? അതായത് ഇറാന് കംപ്ലീറ്റ് സമ്പൂർണ്ണ എന്താ പറയുക സപ്പോർട്ടാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മോദിജി ഇന്ത്യയുടെ വിദേശകാര്യം ഇറാന് കംപ്ലീറ്റ് സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. തിരിച്ച് ഇറാനും ഇന്ത്യനോട് ആ നന്ദി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലവും ഇറാന് വേണ്ടിയിട്ട് ഈ സപ്പോർട്ട് കൊടുക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇറാൻ്റെ പ്രതിനിധി വന്ന് നന്ദി പറഞ്ഞ വീഡിയോ നമ്മൾ ആദ്യം കണ്ടത്. ഇതൊന്നും അറിയാണ്ടാണ് നമ്മുടെ സംഖ്യ കുഞ്ഞുങ്ങൾ 4 മുസ്ലിങ്ങൾ ചാവാണ് ചത്തോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റും വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സംഖ്യ കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യമാണ്, നിങ്ങൾ കണ്ട ഇന്ത്യ അല്ല ഇന്ത്യ, നിങ്ങൾ കണ്ട ലോകമല്ല ലോകം. നിങ്ങൾ ഈ ചാണക കുഴിയിൽ കിടന്നിട്ട് ചാണകപ്പുഴുവിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ ചാണകവും തിന്ന് ജീവിക്കുന്ന നിങ്ങൾക്ക് ലോകം എന്താണെന്നോ ഇന്ത്യ എന്താണെന്നോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്താണെന്നോ പോലും അറിയാത്ത അവസ്ഥയാണെന്ന് എത്ര സംഖ്യ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ അവസ്ഥ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പക്ക എഴുതി വിടണം. എന്താണ് യഥാർത്ഥത്തിൽ സംഖ്യ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. ഏതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതായത് നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഇറാൻ്റെ പ്രതിനിധിയായിട്ടുള്ള അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം UN ഒരു വോട്ടിംഗ് നടന്നിരുന്നു. അതായത് ഇറാനിൽ നടക്കുന്ന വംശഹത്യ അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റിനെ തകർക്കാൻ വേണ്ടി ഇറാൻ സർക്കാർ അല്ലെങ്കിൽ ഇറാൻ റജീം ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാണോ അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വോട്ടിംഗ്. ആ സമയത്ത് ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്താൽ വോട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ സകല സംഘപരിവാണ ചാനലുകളിലും ഗോദിയുടെ മീഡിയകളിലും ഇതിങ്ങനെ പൊക്കി നടക്കുന്ന സമയത്തും അതേ ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സ് സപ്പോർട്ട് ചെയ്തത് ഇറാനാണ്. എന്താ ചെയ്യലേ? അതായത് നമുക്ക് ന്യൂസിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് വരാം. അതായത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിലവിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ആഴത്തിലുള്ള നയതന്ത്ര ചരിത്ര ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. പുരാതനമായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ. ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, പണ്ടേ നിങ്ങൾക്കറിയാം പേർഷ്യ എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് ന്യൂസിലും വീഡിയോസിലും അവിടെയും ഇവിടെയും കഥകളിലും കേട്ടിട്ടില്ലേ. അതായത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പേ ഉണ്ട്. നമ്മുടെ ഹിന്ദ് എന്ന് പറഞ്ഞ ഈ ഒരു സംസ്കാരം പോലും പേർഷ്യന്ന്, അതായത് പണ്ടത്തെ പേർഷ്യന്ന് ആര്യന്മാർ വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഹിന്ദ് ഈ പറഞ്ഞ ഒരു സംസ്കാരം തന്നെ നമ്മുടെ ഇന്ത്യയിലെ സിന്ധു നദീതടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവർ വന്ന എവിടുന്നാണ്? പേർഷ്യന്ന്, അതായത് ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അന്ന് മുതൽ ഇന്ത്യ ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അവിടെ മുതൽ. അപ്പം ഈ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വലിയ വേരുകൾ നമ്മുടെ സൗഹൃദത്തിൽ അന്ന് മുതലുണ്ട്. നമ്മുടെയൊക്കെ ബ്ലഡിൽ പോലും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചക്ക് പറയാം. ഇനി സൈനിക വെല്ലുവിളികൾ, ഇപ്പോൾ അമേരിക്ക ഈ ഇറാൻ സൈനിക വെല്ലുവിളികളുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ സൈനിക സാന്നിധ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഇന്ത്യയോടുള്ള നന്ദിയാണ് ഇറാൻ്റെ ഈ ഒരു പ്രതിനിധി സംസാരിക്കുന്നത്. കാരണം ഇന്ത്യ UN ഈ പ്രമേയത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ത്യ മാത്രമല്ല, മറ്റു കുറച്ച് രാജ്യങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വിട്ടുനിന്ന കുറച്ച് ആൾക്കാരും ഇതിനെ എതിർത്ത് സംസാരിച്ച പല രാജ്യങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ അമേരിക്ക, ബ്രിട്ടൻ എന്ന് പറഞ്ഞ പോലുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ എന്ന രാജ്യങ്ങൾ ഇതിനെ എതിർത്തെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യ. ആ ന്യൂസിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാനൊന്ന് ഇവിടെ ഇട്ട് തരാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. And till now, Indian government never affected by sanction of other countries, and two governments want to have good relationship and collaboration, and I hope that inshallah in the Charbahar they will work nicely. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുപ്രീം നേതാവ് ഖമനയി ഇറാനും ഇന്ത്യയും തമ്മിലുള്ള നല്ല ബന്ധവും സഹകരണവും ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആളാണ്. ചബഹാറിൽ ഈ സഹകരണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെയും സഹകരണത്തിന്റെയും ചരിത്രം ഇസ്ലാം ഉദയം ചെയ്യുന്നതിന് മുൻപ് തന്നെ വ്യക്തമാണ്. അതായത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ഈ സൗഹൃദം. അന്ന് തന്നെ ഇന്ത്യയിലെ തത്വചിന്താ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു.
ഞങ്ങളുടെ സർവകലാശാലകളിലും ഇന്ത്യയുടെ തത്വചിന്താ പുസ്തകങ്ങൾ പഠിച്ചിരുന്നു. ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും ഇന്ത്യയുടെ സംസ്കാരത്തെയും അറിവിനെയും ഞങ്ങൾ ആശ്രയിച്ചിരുന്നു. ഇതാണ് ഇറാൻ പ്രതിനിധിയുടെ വാക്കുകൾ. UN മനുഷ്യാവകാശ കൗൺസിലിൽ ഇറാന് അനുകൂലമായി ഇന്ത്യ നിലപാടെടുത്തതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ കടുത്ത നടപടിക്കെതിരെ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്താണ് ഇന്ത്യ വോട്ട് ചെയ്തത്. 25 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 14 രാജ്യങ്ങൾ വിട്ടുനിന്നു. 7 രാജ്യങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത്. പ്രമേയത്തെ എതിർത്തതിന് ഇന്ത്യക്ക് ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി അന്ന് തന്നെ നന്ദിയും അറിയിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സത്യത്തിൽ നമ്മൾ ഈ സംഖ്യകൾ കാണുന്നതും കാണിക്കുന്നതും ഒന്നുമല്ല ലോകവും ഇന്ത്യയും നമ്മുടെ പ്രപഞ്ചവും ഒന്നും. അവർക്കാകെ ഈ ഒരു ചാണക ബുദ്ധിയിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ. ഏതാണെങ്കിലും ഇന്ത്യയുടെ സപ്പോർട്ട് ഇറാനുണ്ട്. കാരണം ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഏകദേശം 1500 കോടിയോളം വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചമ്പാർ തുറമുഖത്ത് ഇന്ത്യ നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അതായത് പാകിസ്ഥാനെ കവർ ചെയ്ത് ഇന്ത്യക്ക് ഈ പറഞ്ഞ ഈ രാജ്യങ്ങളിലോട്ട്, പ്രത്യേകിച്ച് ഇറാൻ്റെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് റഷ്യൻ ഭാഗങ്ങളിൽ മൊത്തം റഷ്യയുടെ അടുത്ത് വരുന്ന പല രാജ്യങ്ങളിലോട്ടും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പോലെ രാജ്യങ്ങളിലോട്ട് ഇന്ത്യയുടെ ട്രേഡ് നടക്കുന്ന ഏറ്റവും വലിയ തുറമുഖമാണ് ചാമ്പാർ തുറമുഖം ഇറാനിലുള്ള. അത് ഇന്ത്യയാണ് അവിടെ പൈസ ചിലവാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് ഇന്ത്യ ഏകദേശം $100 മില്യൺ ആണ് അവിടെ ചിലവാക്കി ഇന്ത്യ അത് വിപുലീകരിക്കാൻ വെച്ചിട്ടുള്ളത്. ആ സമയത്താണ് ആ തുറമുഖത്തിന് അമേരിക്കയുടെ ഉപരോധം വരുന്നുണ്ട്. ആ അമേരിക്കയുടെ ഉപരോധം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ട്രേഡുകൾ നടക്കാണ്ട് വരും, നമുക്ക് ഡോളറിലുള്ള വിദേശ വിനിമയങ്ങൾ നടക്കാണ്ട് വരും, നമുക്ക് ഇൻഷുറൻസും അതുപോലെ തന്നെ അമേരിക്കൻ ബാങ്കുകൾ ത്രൂ നമുക്ക് പല ട്രാൻസാക്ഷൻസ് നടക്കാണ്ട് വരും. അതുകൊണ്ടാണ് അമേരിക്ക അവിടെ കൊണ്ടിട്ടിട്ട് ഉപരോധമിട്ടത്. അപ്പോൾ ഇന്ത്യക്ക് അത് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇന്ത്യ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇറാൻ്റെ സപ്പോർട്ട് ഇന്ത്യക്കും ഇന്ത്യയുടെ സപ്പോർട്ട് ഇറാനും ഉണ്ട്. പക്ഷേ എത്രത്തോളം ഈ വിദേശ വിനിമയം ഇല്ലാണ്ട് നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റും എന്നറിയില്ല. അങ്ങനെ പറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു വലിയ ലോസ് തന്നെ ആയിരിക്കും ഈ ഒരു സംഭവം. പക്ഷേ ഇറാൻ്റെ സപ്പോർട്ട് നമുക്ക് വരും, ഇന്ത്യയുടെ സപ്പോർട്ട് ഇറാന് വരും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ജിയോ പൊളിറ്റിക്സ് എന്താണ്, നമ്മുടെ ലോകത്ത് നടക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്സ് എന്താണ്, അത് ഏത് രീതിയിൽ വാറാണോ വാറല്ലാണ്ട് നയതന്ത്രപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു കാര്യം സംസാരിക്കാൻ. എനിക്ക് സംഖ്യകൾ കൊണ്ട് അത് പറയാനുള്ളത്. ബാക്കി രാജ്യത്തെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത സംഖ്യകൾ മതമാണ് ഈ വൃത്തികെട്ട ജന്മങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ എല്ലാത്തിനും മതത്തിനെ കണക്ട് ചെയ്യാണ്ട് പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ അടി കിട്ടും എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നമ്മുടെ പൈസ ഇന്ത്യയൊക്കെ നികുതി പണം ആണ് അവിടെ പോകുന്നത് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബോധം നിനക്കൊക്കെ വരും എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം കൂടുതൽ വിവരങ്ങൾ യുദ്ധം വരൂലേ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇതും. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ ചെയ്യണം. ഏതായാലും ഒരു പുതിയ അപ്ഡേറ്റുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും